വർക്കല സ്വസ്തിക് ജോഷം യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഈ വീഡിയോ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് രാശിചക്രത്തിലെ 22ാമത്തെ നക്ഷത്രമായിട്ടുള്ള തിരുവോണ നക്ഷത്രം. തിരുവോണ നക്ഷത്രത്തിൻ്റെ വിശേഷങ്ങളാണ്. തിരുവോണ നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾ അവരുടെ ജീവിതത്തിൻ്റെ ഉയർച്ചയ്ക്കും സമാധാനത്തിനും സാമ്പത്തികമായ ഗുണങ്ങൾക്കും ഒക്കെ വേണ്ടിയിട്ട് എന്ത് കാര്യങ്ങളാണ് ഓരോ കാലത്തും ചെയ്യേണ്ടത്, ഏതൊക്കെ ദേവതകളെ ഏതൊക്കെ ഗ്രഹത്തെയാണ് ഏതേത് കാലത്ത് ഭജിക്കേണ്ടത്, എന്തൊക്കെ ഗുണങ്ങളാണ് അതിൽ നിന്ന് കിട്ടുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ചുള്ള ഒരു വിശദീകരണമാണ്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ വർക്കല സ്വസ്തിക് ജോഷം യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. തിരുവോണം നക്ഷത്രം ശ്രാവണ എന്നും പറയാറുണ്ട്. ശ്രാവണ നക്ഷത്രം എന്നും സംസ്കൃതത്തിൽ പറയാറുണ്ട്. ഈ പറഞ്ഞിരിക്കുന്ന നക്ഷത്രം മകരരാശിയിലാണ്, ശനിയുടെ രാശിയാണ്. അതുപോലെ ഇത് ചന്ദ്രന് പറഞ്ഞ 3 നക്ഷത്രങ്ങളിൽ ഒന്നാണ്. അതുകൊണ്ട് തന്നെ രാശിയാധിപതി ശനിയും നക്ഷത്രത്തിൻ്റെ അധിപതി ചന്ദ്രനുമാണ്. ചന്ദ്രന് പറഞ്ഞിട്ടുള്ളതും ശനിക്ക് പറഞ്ഞിട്ടുള്ളതുമായ കാര്യങ്ങൾ ഇവരിൽ അനുഭവത്തിൽ വരും. ശനിക്കും ചന്ദ്രനും പറഞ്ഞ ഗുണങ്ങളും ദോഷങ്ങളും അനുഭവിക്കുന്നവരാണ് തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികളെന്നർത്ഥം. ശനിയുടെ പ്രത്യേകതയായിട്ടുള്ള മന്ദത പൊതുവെ അവർക്കുണ്ടായിരിക്കും. അതുപോലെ ഏത് കാര്യത്തിലും വേഗത കുറച്ച് സ്ഥിരമായി ലക്ഷ്യത്തിൽ എത്താനുള്ള ഒരു പ്രവണത പ്രകടിപ്പിക്കുന്നവരാണിവർ. സ്ഥിരമായ പ്രവർത്തനം ഉണ്ടാകും. വളരെ പതുക്കെയായിരിക്കാം, വളരെ കാലതാമസത്തോടു കൂടി തൻ്റെ ലക്ഷ്യത്തിൽ എത്തുന്ന വ്യക്തിത്വം ഉള്ളവരാണ് തിരുവോണ നക്ഷത്രക്കാർ. അതുപോലെ ചന്ദ്രന്റെ നക്ഷത്രമാണ്. സന്ദർഭമനുസരിച്ച് പ്രവർത്തിക്കും. ചന്ദ്രന് പറഞ്ഞിട്ടുള്ള ഒരു അസ്ഥിരതയുണ്ട് പല കാര്യത്തിലും. അത് അവർ സ്വഭാവത്തിൽ പ്രകടിപ്പിക്കും. തിരുവോണ നക്ഷത്രക്കാർ അസ്ഥിരതയുണ്ട്. പല കാര്യങ്ങൾക്കും സ്ഥിരതയില്ലായ്മ. അവർ പ്രവൃത്തികളിൽ നിന്ന് കിട്ടുന്ന ചെറിയ ചെറിയ ലാഭങ്ങളൊന്നും തന്നെ കണക്കാക്കാറില്ല. അവരുടെ ചിന്തകൾ വളരെ വലുതായിരിക്കും. ഏതു കാര്യവും വളരെ വലുതായിട്ട് ചെയ്യണം, വളരെ വലിയ ലാഭം കിട്ടണം എന്നുള്ള ഒരു ചിന്താഗതി ഉള്ളവരാണ് തിരുവോണ നക്ഷത്രത്തിൽ ജനിച്ചവർ. ഇവർ നല്ല ഭരണാധികാരികളായിരിക്കും. ഏത് കാര്യത്തിലും ഏത് സംഘടനയിലാണെന്നുണ്ടെങ്കിലും സംഘടനാപടുത്തം ഉള്ളവരായിരിക്കും. മുന്നിൽ നിന്ന് നയിക്കാൻ യോഗ്യപ്പെട്ടവരാണിവർ. വളരെ ഉത്കർഷേച്ഛ ഉള്ളവരാണ്. ഇവരുടെ ഈ ഉത്കർഷേച്ഛ മറ്റുള്ളവർക്ക് ഉപദ്രവമായിട്ടും തീരാറുണ്ട്. തൻ്റെ കാര്യത്തിന് വേണ്ടി, തൻ്റെ മനോബലത്തിന് വേണ്ടി, തൻ്റെ മനസ്സമാധാനത്തിന് വേണ്ടി, തൻ്റെ കീർത്തിക്ക് വേണ്ടി വളരെ വലിയ രീതിയിൽ എത്തണം എന്നുള്ള രീതിയിൽ അവർ പ്രവർത്തിക്കും. പക്ഷെ അവരുടെ പ്രവൃത്തിയും അവരുടെ ജീവിത രീതിയും തനിക്ക് വേണ്ടി മാത്രമുള്ള ചില കാഴ്ചപ്പാടുകളിലൂടെ ഉള്ള ചില ജീവിത രീതി മറ്റുള്ളവർക്ക് ഉപദ്രവമായിട്ടും വരാറുണ്ട്. ബാല്യത്തിലെ വലിയ ചുമതലകളൊക്കെ ഏൽക്കേണ്ട ഒരു അവസ്ഥയിലെത്തും. അതുകൊണ്ട് തന്നെ ഒരു പ്രായമൊക്കെ ആകുമ്പോൾ വളരെ വലിയ പക്വത ഉള്ളവരായിരിക്കും ഇവർ. മാനസികമായ പക്വത ബാല്യത്തിലെ ലഭിക്കുന്നവരാണ് തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾ. ചന്ദ്രന് പറഞ്ഞിട്ടുള്ള നക്ഷത്രമാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും അമ്മയുടെ ഒരു നിയന്ത്രണമുള്ളവരായിരിക്കും. അമ്മയുടെ ഒരു പരിപാലനത്വം അനുഭവിക്കുന്നവരായിരിക്കും. അമ്മയുടെ ഒരു വാത്സല്യം കൂടുതലായിട്ട് അനുഭവിക്കുന്നവരായിരിക്കും ഈ നക്ഷത്രക്കാർ. ഇവർ പൊതുവെ ധീരരും ഉദാത്തരുമായിരിക്കും. നല്ലപോലെ ആലോചിച്ച് ഉദാത്തമായ പ്രവർത്തികൾ ചെയ്യുന്ന വ്യക്തികളാണ് തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ചവർ. ബുദ്ധിപൂർവമായിട്ട് പ്രവർത്തിക്കും. എല്ലാ കാര്യത്തിനും വളരെ ബുദ്ധിപൂർവ്വം പ്രവർത്തിക്കുന്നവരാണിവർ. ശരീരശക്തി ഉള്ളവരാണ്, കായബലം ഉള്ളവരാണ്. പൊതുവെ ഈ നക്ഷത്രക്കാർക്ക് കണ്ടിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് ബന്ധുക്കളും സുഹൃത്തുക്കളും ശത്രുക്കളാകും. ബന്ധുജനങ്ങളിൽ നിന്നും സുഹൃത്ത് ജനങ്ങളിൽ നിന്നും ശത്രുത അനുഭവിക്കാൻ യോഗ്യപ്പെട്ടവരാണിവർ. പ്രവൃത്തിയിൽ വൃത്തിയുണ്ടാവും, പ്രവൃത്തിയിൽ ചിട്ടയുണ്ടാവും, പ്രവൃത്തിയിൽ ശുചിത്വം ഉണ്ടാവും. പരിസര ശുചിത്വത്തിനു വേണ്ടി പ്രാധാന്യം കൊടുക്കുന്നവരാണ് തിരുവോണ നക്ഷത്രം. അതുപോലെ ഇവർ പുറമെ ആരോഗ്യമുള്ളവരായിട്ട് തോന്നുന്നുണ്ടെങ്കിലും അവരുടെ ശാരീരികമായിട്ടുള്ള ക്ലേശങ്ങൾ അകമേ ഉണ്ടായിരിക്കും. എപ്പോഴും പുറമെ ആരോഗ്യമുള്ളവരായിരിക്കണമെന്നല്ല, അകമേയുള്ള ക്ലേശങ്ങൾ, ശാരീരിക വൈഷമ്യങ്ങൾ അനുഭവിക്കുന്ന വ്യക്തികളാണിവർ. അന്യരെ സഹായിക്കും. മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ധനം കൊണ്ടും ഒക്കെ ഒരുപാട് അന്യരെ സഹായിക്കുമെങ്കിലും തിരിച്ചു കിട്ടുന്നത് അപമാനമായിരിക്കും. തിരിച്ചു കിട്ടുന്നത് മനക്ലേശമായിരിക്കും. അങ്ങേരെ സഹായിക്കുമ്പോൾ സൂക്ഷിക്കുക. തിരിച്ചൊന്നും പ്രതീക്ഷിച്ച് സഹായിക്കരുത്. തിരിച്ച് കിട്ടുന്നത് നമുക്ക് ക്ലേശങ്ങളായിരിക്കാം. അതുകൊണ്ട് സഹായിക്കരുത് എന്ന് പറയുന്നില്ല, യോഗ്യമായ കാര്യങ്ങളിലേ ഇടപെടത്തുള്ളൂ. ഏത് കാര്യത്തിലും സ്റ്റാൻഡേർഡ് അവർ കൽപ്പിക്കും. ആ സ്റ്റാൻഡേർഡ് ഉള്ള കാര്യത്തിൽ, ആ യോഗ്യതയുള്ള കാര്യങ്ങളിലും വിഷയങ്ങളിലും മാത്രമേ ഇവർ ഇടപെടാൻ മുതിരുകയുള്ളൂ. അതിൽ മാത്രമേ അവർ പ്രവർത്തിക്കുകയുള്ളൂ. അവർ ഏത് പ്രവൃത്തിയിലാണോ, ഏത് മേഖലയിലാണോ ഉള്ളത് അതിൽ തൻ്റെ കാര്യശേഷി പൂർണ്ണമായിട്ടും പ്രകടിപ്പിക്കും. അലസത കാണിക്കില്ല എന്നർത്ഥം. ഇവരെ സംബന്ധിച്ച് പൊതുവിദ്യാഭ്യാസത്തിൽ നിന്ന് കിട്ടുന്ന അറിവിനേക്കാൾ ഉപരിയായിട്ട് ലോകപരിചയത്തിൽ നിന്ന്, സൗഹൃദങ്ങളിൽ നിന്ന്, അനുഭവങ്ങളിൽ നിന്ന് കിട്ടുന്ന അറിവുകളാണ്
അവരെ മുന്നോട്ട് നയിക്കുന്നത്. മാത്രമല്ല ആ തൻ്റെ ലോകപരിചയം കൊണ്ടുള്ള അറിവ് കൊണ്ട് മറ്റുള്ളവരെ ഉപദേശിക്കാനും മിടുക്കരായിരിക്കും തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾ. ഏത് കാര്യത്തിലും മധ്യസ്ഥത വഹിക്കുവാൻ മിടുക്കരായിരിക്കും. ഒരു വിഷയം ഉണ്ടായിക്കഴിഞ്ഞാൽ, ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ ചെന്ന് ഇടപെട്ട് ഇരുപക്ഷത്തിനും സൗമ്യമായ രീതിയിൽ പ്രശ്നം പരിഹരിച്ചു കൊടുക്കാനും മിടുക്കരായിരിക്കും. പാരമ്പര്യമായ കാര്യങ്ങളിലും ഈശ്വര സംബന്ധമായ കാര്യങ്ങളിലും പൈതൃകപരമായ കാര്യങ്ങളിൽ താല്പര്യവും അതിനുവേണ്ടി ധാരാളം ധനം ചെലവഴിക്കാൻ മനസ്സുള്ളവരുമായിരിക്കും തിരുവോണ നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾ. ഇവർക്ക് ജീവിതത്തിൽ ഉയർച്ചയും താഴ്ചയും മാറി മാറി വരും. ചന്ദ്രന് പറഞ്ഞിട്ടുള്ള നക്ഷത്രമാണ്. അല്പകാലം വളരെ സൗഖ്യതയും ധനഗുണവും സ്ഥാനവും മാനങ്ങളും ഒക്കെ കിട്ടും. പെട്ടെന്ന് ഒരു കാരണവുമില്ലാതെ അതിൽ നിന്നൊക്കെ താഴ്ചയിലോട്ട് വരികയും അല്പകാലം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുകയും മാനസിക പ്രയാസങ്ങൾ അനുഭവിക്കുകയും ചെയ്യും. തിരിച്ചും ആ പഴയ നല്ല അവസ്ഥയിലേക്ക് പോവുകയും ചെയ്യും. മാറിയും തിരിഞ്ഞുള്ള ഭാഗ്യദുഃഖങ്ങൾ അനുഭവിക്കാൻ യോഗ്യപ്പെട്ടവരാണ് തിരുവോണം നാളിൽ ജനിച്ച വ്യക്തികൾ. അസ്ഥിരമായിട്ടുള്ള ധനമാണ്, അസ്ഥിരമായ ഭാഗ്യമാണ്, അസ്ഥിരമായ നിർഭാഗ്യവുമാണെന്ന് പറയുന്നു. തിരുവോണം നാളിൽ ജനിച്ച വ്യക്തികൾ അവരുടെ ജീവിതത്തിലെ പൊതുവായിട്ടുള്ള പ്രവർത്തികളിൽ നിന്ന് മാറ്റി നിർത്തേണ്ട വ്യക്തികളുടെ നക്ഷത്രങ്ങൾ, അല്ലെങ്കിൽ അവർ ഏതൊക്കെ നക്ഷത്ര ദിനങ്ങളിലാണ് അവരുമായി ബന്ധപ്പെട്ടുള്ള നൂതനമായ സംരംഭങ്ങളും മംഗളകർമ്മങ്ങളും ഒഴിവാക്കേണ്ടത് എന്ന് ചോദിച്ചാൽ, അവർ ജനിച്ചതിൻ്റെ 3-ാമത്തെയും 5-ാമത്തെയും 7-ാമത്തെയും നക്ഷത്രങ്ങളായിട്ടുള്ള ചതയം, ഉത്രട്ടാതി, അശ്വതി, 3-ാം നാളായിട്ടുള്ള ചതയം, 5-ാം നാളായിട്ടുള്ള ഉത്രട്ടാതി, 7-ാം നാളായിട്ടുള്ള അശ്വതി, ഈ പറഞ്ഞിരിക്കുന്ന 3 നക്ഷത്ര ദിനങ്ങളിലും അവരുമായി ബന്ധപ്പെട്ടുള്ള മംഗളകർമ്മങ്ങളൊക്കെ തന്നെ ഒഴിവാക്കുക. അവർ ആ പറഞ്ഞിരിക്കുന്ന 3 ദിവസങ്ങളിലും അവരുമായി ബന്ധപ്പെട്ടുള്ള നൂതനമായ സംരംഭങ്ങളും ഒഴിവാക്കുക. ഈ പറഞ്ഞിരിക്കുന്ന 3 നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികളുമായിട്ടുള്ള കൊടുക്കൽ വാങ്ങലും സൗഹൃദവും കൂട്ടു ബിസിനസ്സും ഒഴിവാക്കുക. ഇനി അച്ഛൻ, അമ്മ, മക്കൾ, സഹോദരങ്ങൾ, സഹോദരിമാർ തുടങ്ങിയുള്ള ആൾക്കാരാണ് ഈ 3 നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ളവർ. അവരുമായിട്ടുള്ള സൗഹൃദ വിഷയത്തിനെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. രക്തബന്ധത്തിന് ഈ ഒരു നിയമം ബാധകമായിട്ട് പറയുന്നില്ല. അത് വിട്ട് അന്യരായിട്ടുള്ള ആൾക്കാർ ഈ 3 നാളിലും ചതയവും ഉത്രട്ടാതിയും അശ്വതിയും ആണെന്നുണ്ടെങ്കിൽ അവരുമായിട്ടുള്ള കൊടുക്കൽ വാങ്ങൽ കാര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കണം. സൗഹൃദം ഒഴിവാക്കണം, കൂട്ടുകെട്ട് ഒഴിവാക്കണം. വിവാഹ വിഷയം എത്തുമ്പോൾ സ്ത്രീകൾ, അവർ ജനിച്ചിട്ടുള്ള തിരുവോണം നക്ഷത്രം ജനിച്ച സ്ത്രീകൾ അവരുടെ 3-ാമത്തെയും 5-ാമത്തെയും 7-ാമത്തെയും നാളായിട്ടുള്ള ചതയവും ഉത്രട്ടാതി അശ്വതിയിലും ജനിച്ച പുരുഷന്മാരെ വിവാഹത്തിന് ഒഴിവാക്കേണ്ടതാണ്. പുരുഷന്മാരെ സംബന്ധിച്ച് അവർ ജനിച്ചതിൻ്റെ 3-ാമത്തെയും 5-ാമത്തെയും 7-ാമത്തെയും നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളെ വിവാഹകാര്യത്തിന് ഒഴിവാക്കണമെന്ന് ജ്യോതിഷ സംബന്ധമായിട്ട് പറയുന്നില്ല. അത് ജാതകം വിശകലനം ചെയ്തതിന് മേൽ മാത്രം തീരുമാനം എടുക്കേണ്ടതാണ്. ഇനി ഈ നക്ഷത്രക്കാർ എല്ലാ കാലവും ഭജിക്കേണ്ടത് ആരെ എന്ന് ചോദിച്ചാൽ, ചന്ദ്രന്റെ നക്ഷത്രമാണ്. ചന്ദ്രന് പറഞ്ഞ 3 നക്ഷത്രത്തിൽ ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഇവർ എല്ലാ കാലവും ദുർഗാ ഭഗവതിയെ ഭജിക്കുക. ദുർഗയെ എല്ലാ തിങ്കളാഴ്ച, വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഭാഗ്യസൂക്ത മന്ത്രജപത്തോടുകൂടി നെയ്വിളക്ക് കത്തിച്ചിട്ട് പ്രാർത്ഥിക്കുന്നത് സകല സൗഭാഗ്യത്തിനും നല്ലതാണ്, സകല ഗുണങ്ങൾക്കും നല്ലതാണ്. അതുപോലെ അവരുടെ രാശിയുടെ അധിപനായിട്ടുള്ള, മകരരാശിയിലാണ് ജനിച്ചത്, ആ രാശിയുടെ അധിപനായിട്ടുള്ള ശനിഗ്രഹത്തെ, നവഗ്രഹങ്ങളിൽ ശനിയെയും ശനിയാഴ്ച ദിവസങ്ങളിൽ ഭജിക്കുന്നത് വിശേഷമാണ്. ശനിക്ക് പറഞ്ഞിട്ടുള്ള ദേവത ശാസ്താവാണ്. ആ ശാസ്താവിനെയും ശനിയാഴ്ചകളിൽ സ്ഥിരമായി എല്ലാ കാലവും ബാല്യ, കൗമാര, യൗവനാദി കാലങ്ങളിലെല്ലാം തന്നെ ഭജിക്കുന്നതും പൊതുവെയുള്ള ഉയർച്ചയ്ക്ക് നല്ലതാണ്. ശിവനെയും ഭജിക്കാം. ഇനി അവരുടെ ദശാകാലത്തെക്കുറിച്ച് ചിന്തിച്ചാൽ, തിരുവോണം നാളുകാർക്ക് 10 വർഷമാണ് ചന്ദ്രദശ. ഈ പറഞ്ഞിരിക്കുന്ന 10 വർഷവും അവർ ചന്ദ്രദശ അനുഭവിക്കും എന്ന് പറയണ്ട. ജനിക്കുന്ന കാലഘട്ടത്തിൽ അർദ്ധാംശത്താൽ, ആ ജനിക്കുന്ന കാലം കൊണ്ട് അവർക്ക് 10 വർഷത്തിൽ ഏകദേശം 5-6 വയസ്സ് വരെ മാത്രമേ ചന്ദ്രദശ അനുഭവത്തിൽ വരികയുള്ളൂ. ആ കാലഘട്ടത്തിൽ അവർ ചെയ്യേണ്ടത്, ചന്ദ്രന് പക്ഷബലമുള്ള ജാതകത്തിൽ പക്ഷബലം ഉണ്ട് എന്നുണ്ടെങ്കിൽ ദുർഗാ ഭഗവതിയെ സ്ഥിരമായിട്ട് തൊഴുക ബാലാരിഷ്ടതാ പരിഹാരത്തിന്. അതുപോലെ പക്ഷബലം കുറവുള്ള ജാതകമാണ് എന്നുണ്ടെങ്കിൽ അവർ ഭദ്രകാളിയാണ് ആരാധിക്കേണ്ടത്. ഭദ്രകാളി പ്രീതി വരുത്തുക. ചൊവ്വാഴ്ച ദിവസങ്ങൾ ഏകദേശം 6 വയസ്സ് വരെയും, അതിനുശേഷം 5 വയസ്സിന് ശേഷമുള്ള 7 വർഷത്തോളം അവർക്ക് കുജന്റെ ദശയാണ്, ചൊവ്വയുടെ ദശയാണ്. ചൊവ്വാദശ കാലഘട്ടത്തിൽ ഈ പറഞ്ഞിരിക്കുന്ന നക്ഷത്രക്കാർ സുബ്രഹ്മണ്യനെ ആരാധിക്കുക. 12 വയസ്സ് വരെയും. ഈ 12 വയസ്സ് വരെയും അരിഷ്ടതാ ക്ലേശം ഉണ്ടായിരിക്കും. ശാരീരികമായ വൈഷമ്യങ്ങളോ ക്ലേശങ്ങളോ ത്വക്ക് സംബന്ധമായിട്ടുള്ള രോഗങ്ങളോ
വ്രണങ്ങളോ മുറിവുകളോ ഒക്കെ ഉണ്ടാകാൻ യോഗ്യതയുണ്ട് ശരീരത്തിൽ. ആ കാലഘട്ടത്തിൽ സ്ഥിരമായിട്ട് അവർ സുബ്രഹ്മണ്യനെ ആരാധിക്കുക എന്ന് മാത്രമല്ല, 6 വയസ്സിന് ശേഷം ഒരു 5 വയസ്സിന് ശേഷം 12 വയസ്സ് വരെയുള്ള ആ കാലഘട്ടത്തിൽ സുബ്രഹ്മണ്യനുമായി ബന്ധപ്പെട്ടുള്ള മഹാക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതും വളരെ വിശേഷമാണ്. ആ 12 വയസ്സിന് ശേഷം ഇവരെ സംബന്ധിച്ച് തിരുവോണ നക്ഷത്രക്കാർ രാഹുദശയാണ് അനുഭവിക്കുന്നത്. രാഹുദശ കാലഘട്ടത്തിൽ തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾ സ്ഥിരമായി സർപ്പപൂജ നടത്തുക. ഈ പറഞ്ഞിരിക്കുന്ന ആ കാലഘട്ടത്തിലാണ് അവരെ സംബന്ധിച്ച് അവരുടെ വിദ്യാഭ്യാസവും കുടുംബജീവിതവും തൊഴിലുമൊക്കെ അനുഭവത്തിൽ വരുന്നത്. ആ ഒരു കാര്യം കൊണ്ട് തന്നെ ഇവർ ശാക്തേയ ഉപാസന ആ കാലഘട്ടത്തിൽ വിശേഷമാണ്. രാഹുദശയിൽ സർപ്പപൂജ നടത്തുന്നതിനോടൊപ്പം തന്നെ ഇവർ വെള്ളിയാഴ്ചകളിൽ ഭഗവതി സേവ ചെയ്യുക. ക്ഷേത്രങ്ങളിൽ മാസത്തിലൊരു വെള്ളിയാഴ്ചയെങ്കിലും ഭഗവതി സേവ ചെയ്യുക. അല്ല എന്നുണ്ടെങ്കിൽ എല്ലാ വെള്ളിയാഴ്ചകളിലും അവർ ലളിതാ സഹസ്രനാമം സ്വയം ജപിക്കുന്നതും അവർക്ക് വിദ്യാഗുണം നൽകും, കീർത്തി ഉണ്ടാക്കും, നല്ല സൗഭാഗ്യങ്ങളും നല്ല കുടുംബജീവിതവും ഉണ്ടാക്കും. അതുപോലെ കർമ്മരംഗത്തെ സ്ഥിരതയും ഉണ്ടാകും. രാഹുദശ കാലഘട്ടത്തിൽ ആയില്യപൂജ നടത്തുക, സർപ്പപൂജ നടത്തുക. അതിനോടൊപ്പം ലളിതാ ഭഗവതി ശക്തിയെ ആരാധിക്കുക. ലളിതാ സഹസ്രനാമ ജപത്തോടു കൂടി 18 വർഷം ശേഷം വരുന്ന 16 വർഷം 30 വയസ്സിന് മുകളിൽ ഏകദേശം 46 വയസ്സ് വരെ തിരുവോണ നക്ഷത്രം ജനിച്ച വ്യക്തികൾ അനുഭവിക്കുന്നത് വ്യാഴത്തിന്റെ ദശയാണ്. ഈ വ്യാഴദശ കാലഘട്ടത്തിൽ വിഷ്ണു പൂജയാണ് വേണ്ടത്. കുടുംബജീവിതത്തിലെ സങ്കീർണമായ കാലഘട്ടമാണ്. സന്താനങ്ങളുടെ ഗുണം അനുഭവത്തിൽ വരേണ്ട കാലഘട്ടമാണ്. സന്താനങ്ങൾക്ക് ഗുണം കിട്ടേണ്ട കാലഘട്ടമാണ്. തൊഴിലിൽ ഉന്നതി ഉണ്ടാകേണ്ട കാലവുമാണ്. ആ ഒരു കാര്യം കൊണ്ട് തിരുവോണ നക്ഷത്രക്കാർ മഹാവിഷ്ണുവിനെ ആരാധിക്കുക. മഹാവിഷ്ണുവിന് വ്യാഴാഴ്ചകളിൽ പുരുഷ സൂക്ത മന്ത്ര ജപത്തോടു കൂടിയുള്ള പൂജാതി കാര്യങ്ങൾ നടത്തി സ്ഥിരമായി മഹാവിഷ്ണുവിനെ ആരാധിക്കുന്നത് ഗുണം നൽകും. സന്താനങ്ങൾക്ക് ഗുണം നൽകും. സന്താനങ്ങളിൽ നിന്നുള്ള ഗുണം ലഭിക്കും. കർമ്മത്തിന് സ്ഥിരതയും ഗുണവും ഉയർച്ചയും ഉണ്ടാകും ആ കാലഘട്ടത്തിൽ. അതേപോലെ അവർ ആ കാലഘട്ടത്തിൽ അനുഷ്ഠിക്കേണ്ട മറ്റൊന്ന്, ബുധനാഴ്ച ദിവസങ്ങളിൽ നരസിംഹസ്വാമിക്ക് ഉഗ്ര നരസിംഹ മന്ത്ര ജപത്തോടു കൂടിയുള്ള പൂജ നടത്തുന്നത് മാസത്തിൽ ഒരു ദിവസമെങ്കിലും ചെയ്യുന്നത് അവർക്ക് മാനസികമായ സൗഖ്യത നൽകുന്നതിനും അതുപോലെ കർമ്മരംഗത്തുള്ള ഏതെങ്കിലും ക്ലേശങ്ങൾ ഉണ്ടെങ്കിൽ അത് മാറുന്നതിനും ഉത്തമമായിരിക്കും. ഈ പറഞ്ഞ 46 വയസ്സിന് ശേഷമുള്ള 19 വർഷം 65 വയസ്സോളം ഇവർക്ക് ചന്ദ്രലഗ്നാധിപനായിട്ടുള്ള ശനിയുടെ ദശയാണ്. പൊതുവെ അനുകൂലമാണ് അവർക്ക് ആ ശനിയുടെ ദശ, ആ 19 വർഷവും. ആ പറഞ്ഞിരിക്കുന്ന 19 വർഷവും സ്ഥിരമായി ശനിയാഴ്ചകളിൽ മത്സ്യമാംസാദികൾ ഒഴിവാക്കി ശാസ്താവിനെ ആരാധിക്കുക, ശാസ്താവിനെ തൊഴുക. മാസത്തിൽ ആ ജന്മനക്ഷത്ര ദിവസങ്ങളിൽ ശിവന് ജലധാര, മൃത്യുഞ്ജയ മന്ത്രാർച്ചന തുടങ്ങിയുള്ള കാര്യങ്ങൾ ചെയ്ത് ശിവനെ ആരാധിക്കുക. കാര്യം പ്രായം കൊണ്ടുള്ള ക്ലേശങ്ങൾ, ലഗ്നാധിപനാണ്, ആ സമയത്ത് പ്രായം കൊണ്ടുള്ള ശാരീരിക വൈഷമ്യങ്ങൾ വരാം. അത് മാറി ശരീരസൗഖ്യത്തെ ലഭിക്കുന്നതിന് വേണ്ടി മൃത്യുഞ്ജയ ശിവനെ മൃത്യുഞ്ജയ മന്ത്രാർച്ചനയോടുകൂടി ഭജിക്കുക 65 വയസ്സോളമുള്ള കാലഘട്ടത്തിൽ. അതിനുശേഷമുള്ള 17 വർഷം അവർക്ക് ബുധന്റെ ദശയാണ്. ബുധദശാ കാലഘട്ടം മധ്യമഫലം, വിഷ്ണുഭജനം തന്നെയാണ് ആവശ്യം. യഥായുക്തി വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി യഥായുക്തി വിഷ്ണു ഭജനം നടത്തുക. അതിനോടൊപ്പം ധന്വന്തരി മന്ത്രം ജപിച്ചുള്ള അർച്ചനയും വിഷ്ണു ക്ഷേത്രങ്ങളിലോ കൃഷ്ണന്റെ ക്ഷേത്രത്തിലോ ചെയ്യുക. തിരുവോണം നക്ഷത്രവുമായി ബന്ധപ്പെട്ടുള്ള വളരെ ചെറിയ കാര്യങ്ങൾ മാത്രമേ ഈ വീഡിയോയിൽ ഞാൻ പ്രതിപാദിച്ചിട്ടുള്ളൂ. ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപയോഗപ്പെടുമെന്ന് കരുതുന്നു. വർക്കല സ്വസ്തിക് ജ്യോതിഷം യൂട്യൂബ് ചാനലിന്റെ പുതിയ വീഡിയോകൾ കാണുന്നതിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.